ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1941 അമേരിക്കൻ സംഗീത സംവിധായകനായ കാതറിൻ കെനിക്കോട്ട് ഡേവിഡ് രചിച്ച കരോൾ ഓഫ് ദ ഡ്രം എന്ന മനോഹരമായൊരു കഥയുണ്ട്. ബേത്ലഹേമിൻ്റെ അതിരുകളിൽ മഞ്ഞും തണുപ്പും നിറഞ്ഞ ഒരു നിശബ്ദമായ രാത്രിയിലായിരുന്നു ആ സംഭവം. അവിടെ ദരിദ്രനായ ഒരു ബാലൻ ജീവിച്ചിരുന്നു. അവൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരേയൊരു സമ്പാദ്യം ഒരു ചെറിയ ഡ്രം മാത്രമായിരുന്നു. അന്ന് രാത്രി ലോകത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തു ജനിച്ചുവെന്ന സന്തോഷ വാർത്ത ദൂതന്മാരിലൂടെ അറിയിക്കപ്പെട്ടു. ആ വാർത്ത കേട്ട് ആട്ടിടയന്മാരും ദൂരദേശങ്ങളിൽ നിന്നുള്ള ജ്ഞാനികളും ബേത്ലഹേമിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ ഈ ബാലനും കൂടി. അവരോടൊപ്പം കാലിത്തൊഴുത്തിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോൾ ജ്ഞാനികൾ രാജാവിനർപ്പിക്കുവാനുള്ള യോഗ്യമായ സ്വർണവും കുന്തിരിക്കവും മീറയും പോലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന ബാലൻ തന്റെ ദാരിദ്ര്യം കണ്ട് ലജ്ജിച്ചു. രാജാവിന് നൽകാൻ യോഗ്യമായ ഒരു സമ്മാനവും എൻ്റെ പക്കലില്ലല്ലോ എന്നോർത്ത് അവൻ്റെ ഹൃദയം വേദനിച്ചു. പെട്ടെന്നാണ് അവൻ തൻ്റെ കയ്യിലിരുന്ന ഡ്രമ്മിനെ കുറിച്ച് ഓർത്തത്. അവൻ പതുക്കെ മറിയത്തിൻ്റെ അടുത്ത് ചെന്ന് അനുവാദം ചോദിച്ചു. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എൻ്റെ ഡ്രം ഒന്ന് വായിക്കട്ടെ. മറിയം സ്നേഹത്തോടെ തലയാട്ടി അവൻ അനുവാദം നൽകി. അവൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥതയോടെ കൊട്ടാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾ പോലും ആ താളത്തിനൊത്ത് നിശബ്ദരായി നിന്നു. പണമോ സ്വർണമോ നൽകാനായില്ലെങ്കിലും തൻ്റെ ഉള്ളിലെ ഏറ്റവും നല്ല സംഗീതം അവൻ ആ കുഞ്ഞിനായി സമർപ്പിച്ചു. ആ കൊച്ചുബാലന്റെ നിഷ്കളങ്കമായ സമർപ്പണത്തിൽ പ്രീതനായ ഉണ്ണിയേശു അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറി. US ആഭ്യന്തര യുദ്ധകാലത്ത് യുദ്ധക്കളത്തിൽ ധീരമായി പോരാടിയിരുന്ന ഡ്രമ്മർ ബോയ്സ് എന്ന ചെറുപ്പക്കാരെ ശക്തരാക്കാൻ ഇത്തരം കഥകൾ സഹായിച്ചു എന്ന് പറയപ്പെടുന്നു. ദൈവത്തിന്റെ മുൻപിലുള്ള സമർപ്പണത്തിന്റെ അർത്ഥം എന്താണെന്ന കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പക്കലുള്ള സമ്പത്തിന്റെ വലിപ്പമല്ല, മറിച്ച് അത് എത്രത്തോളം സ്നേഹത്തോടും പൂർണ്ണമായ സമർപ്പണത്തോടും കൂടി നൽകുന്നു എന്നതാണ് പ്രധാനം. വിധവയായ സ്ത്രീ സമർപ്പിച്ച 2 കാശ് മറ്റുള്ളവരുടെ വഴിപാടിനേക്കാൾ അധികമാണെന്ന ക്രിസ്തുവിന്റെ സാക്ഷ്യം എന്താണ് സമർപ്പണത്തിന്റെയും വഴിപാടുകളുടെയും അർത്ഥമെന്ന് വെളിപ്പെടുത്തുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പണമോ സമ്പാദ്യമോ അല്ല, മറിച്ച് നമ്മുടെ ഹൃദയമാണ്. നാം നൽകുന്ന സമ്മാനം ചെറുതായാലും അത് ആത്മാർത്ഥമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനമായി അത് മാറും. ക്രിസ്തുമസിന്റെ നാളുകളിൽ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ഹൃദയ രൂപാന്തരീകരണമാണ്. വിശുദ്ധി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് വഴിപാടായി സമർപ്പിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സൃഷ്ടിയായ എന്നെ മാറ്റണേ നാഥാ, പുതുവസ്ത്രത്തോടെ